ഒരു ട്രിപ്പ് പോകണം. എന്നാലും എവിടെ പോവും? ഇനി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എന്നാലും കിട്ടി. ഇനി ഒന്നും ആലോചിക്കാനില്ല, ബാഗ് പാക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? വെൽക്കം ടു കുഴി. വഴിയിൽ 90% കുഴിയായിരുന്നു ഗൈസ്. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ നാട്ടുകാർ റോഡും ബ്ലോക്ക് ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞു. എന്തിനാണോ ആവോ. എന്നാലും കുഴപ്പമില്ല, വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു അത്യാവശ്യം. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് വർക്കലയാണ് ഗൈസ്. വർക്കലയിൽ ഒടുക്കത്തെ ക്ഷീണവും വിശപ്പും കൊണ്ടാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഞാൻ വർക്കലെത്തി ഗൈസ്. രാവിലെ ഒന്നും കഴിക്കാതെ വന്നത്, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അഫ്ഗാനി ചിക്കനും ഒരു എഗ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ടാണ്. ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു, ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. കുറച്ച് ടയർഡാണ്. റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അതിനുശേഷം കയാക്കിങ് കൊണ്ടത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ടേ. കപ്പോർത്ത് കൊതിയിട്ടത് ഞാൻ തിന്നോട്ടാണ്. കുഴപ്പമില്ല. ഈ ഫുഡൊക്കെ തീർത്തിട്ട് വേണം റൂമിലോട്ട് പോകാൻ. റൂമിൽ ഫ്രഷായിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകാൻ പോകണം ഗൈസ്. നിഖിൽ സ്റ്റേക്കേഷനിൽ എത്തിച്ചേർന്ന് നമ്മൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ആ റൂമിലെത്തിയപ്പോഴത്തേക്കും ആ കിട്ടിയൊരു ഫീലുണ്ട്, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് റൂമെത്തി. ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് റൈഡായിരുന്നു കൊച്ചിയിൽ നിന്ന് വർക്കല വരെ. വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷേ റോഡ് 90% കുഴിയായിരുന്നു. എൻ്റെ നടു ഒടിഞ്ഞ് ബുള്ളറ്റ് ഓടിച്ചിട്ട് അയ്യോ. ഇനി ഞാൻ ഒരിക്കലും ബൈക്കിൽ വരത്തില്ല വർക്കലേക്ക്, എല്ലാ ട്രെയിനിനെ വരത്തുള്ളൂ. കാറിലാണെങ്കിലും കുഴി മൊത്തം അറിയും, അമ്മാതിരി കുഴിയാണ്. ഓൾമോസ്റ്റ് കൊച്ചി തൊട്ട് കൊല്ലം വരെ ഹൈവേയുടെ പണി കാരണം മൊത്തം പൊളിച്ചിട്ടേക്കുവാണ്. റോഡ് പണി, ട്രാഫിക്ക്, അതൊരു 4-5 മണിക്കൂർ പോയി. സമാധാനം വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് ബീച്ചിൻ്റെ സൈഡിൽ റൂട്ടിൽ വന്നത്. അവിടെയാണെങ്കിലോ കുടിയുടെ അഭിഷേകപൂരം. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ്. റൂമിൽ നിന്നാൽ തന്നെ ബാൽക്കണിയിൽ നിന്ന് ഫുൾ ബീച്ച് കാണാം. നല്ല അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ് ഗൈസ്. ഈ പൊരി വെയിലത്തും അവിടെ ആൾക്കാരുണ്ട്. കണ്ണടിച്ചോണം എൻ്റെ കണ്ണ് ബൾബായി പോകണം. അമ്മ നോക്കാൻ പറ്റുന്നില്ല. ആ വെയിലത്ത് ആൾക്കാരവിടെ കുളിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇവർക്ക് വട്ടാണോ എന്ന്. ഇപ്പോഴാണ് ഓർത്തത് സാധനം കാണിച്ചില്ല. ഇതാണ് എൻ്റെ ബാഗ്, കൊച്ചിയിൽ നിന്ന് വന്ന ബാഗ്. ഓക്കെ, തൊട്ടപ്പുറത്തുള്ള എൻ്റെ ക്യാമറമാൻ്റെ ബാഗ്. ഓക്കെ, അവൻ ഒരു മാസത്തേക്കുള്ള ഡ്രസ്സാണ് കൊണ്ടുവന്നേക്കണമെന്ന് തോന്നും. നാട് വിട്ട് വന്നാന്ന് തോന്നും വീട്ടിൽ നിന്ന്. ഓക്കെ, അയ്യോ. ഞാൻ ആപ്പാടെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും അണ്ടർവെയറും കുറച്ച് 2 ടോപ്പ് കൊടുത്തു. അവനാണെങ്കിൽ ഒരു സൂട്ട് കേസ് പോലെ എടുത്തിട്ട് വന്നേക്കണ്. എന്തുവാടി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണോ? എൻ്റെ കൂടെ സ്ഥിരതാമസമാക്കണോ നീ? ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും താഴത്തോട്ടൊരു സ്റ്റെയർ കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ താഴെ പോയില്ല. വിശപ്പ് കൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഒന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ആ സ്റ്റെയർ താഴെ ബീച്ചിലോട്ട് മിക്കവാറും പോകുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? വാ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വഴി താഴോട്ട് കൊണ്ട്. ഗൈസ്, ഇത് തിരിച്ചു കയറുന്ന ഒരു കാർഡിയോ വർക്കൗട്ടായിരിക്കും, സ്റ്റെയർ മാസ്റ്റർ ചെയ്യുന്ന പോലെ. നോക്കിയോ ക്യാമറമാൻ ഇപ്പം പടിയാനെ. ക്യാമറമാൻ ഇപ്പം സ്റ്റെയറിന് വീടാനെ, പടിയായനെന്ന് പറയാൻ വേണമെങ്കിൽ. ഇവിടത്താണല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വർക്കല ബീച്ചിലെത്തി ഗൈസ്. 5 മിനിറ്റ് ആയുള്ളൂ ഗൈസ് വെയിലത്തിറങ്ങിയിട്ട്. അപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനം. നമുക്കൊന്ന് കുട വെച്ചാൽ കട വിട്ട് ഇവിടെ ഓരോരുത്തർ ബിക്കിനൊക്കെ ഇട്ട് വെയിലും കൊണ്ട് കിടക്കാം ഗൈസ്. കുറേ ഉണ്ട്. ബീച്ചിങ്ങനെ നീണ്ട് കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഷെഡ് ഉണ്ടായ അവിടെ നമ്മൾക്ക് ഇവിടെ വന്ന്
ഒരു പെണ്ണ് കയറി ഇരുന്നത് സ്ഥലം തരുന്ന നിൽക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാ ഗൈസ്. ആ വഴി നോക്കി താഴെ ഇറങ്ങിയതാ. കട്ട വെയിൽ, വെയിലോട് വെയിൽ. തിരിച്ച് തൂങ്ങിപ്പോയാലോ. ഒരാൾ ഇന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ. എൻ്റെ അമ്മേ, നല്ല ചൂടാണ് ഗൈസ്. കഴിച്ചോ പാസ്ത കഴിക്കുന്നത്? വിളിച്ചോ. വർക്കയിലെ പട്ടിക്കുട്ടികൾ വരെ പാസ്തയാണ് കഴിക്കുന്നത്. എന്താണ് ഒരു കാലത്തിൻ്റെ പോക്ക്. ഇവരെയൊക്കെ സമ്മതിക്കുന്ന വെയിലത്ത്, കട്ട വെയിലത്ത് ഈ വെള്ളത്തിൽ കളിക്കാൻ. ഓക്കെ, നമുക്ക് മേലോട്ട് പോകാം. പാ, നല്ല വിശപ്പുണ്ട് എനിക്ക്. സാൻഡ്വിച്ച് എങ്ങോട്ടാണ് പോയെന്ന് അറിഞ്ഞില്ല. സാൻഡ്വിച്ചല്ലേ കഴിച്ചേ? അതിന് സാൻഡ്വിച്ച്, ജ്യൂസ്, റോള് എല്ലാം കൂടി കഴിച്ച ഫുഡെല്ലാം എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. ഓക്കെ, അടുത്ത ഫുഡ് അടിക്കാം. ഈ കട്ട വെയിലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് നമുക്ക് കയാക്കിങ്ങിന് പോകാം. വെറും 5 മിനിറ്റ് ആയുള്ളൂ. കണ്ടോ, ഇപ്പോൾ തന്നെ വേർത്ത് ഒഴുകി ഞാൻ. വീട്ടിൽ പോകാം, റൂമിലോട്ട് പോവാം. വർക്കിലേക്ക് വൈബാണ് ഗൈസ്. പക്ഷേ ഉച്ചയ്ക്ക് ഒട്ടും വൈബല്ല. സണ്ണൊന്നും താറിയിട്ട് വരാം, സണ്ണൊന്നും താന്നിട്ട് വരാം നമുക്ക്. ഇത് ഗൈസ് ഒരാളോട് പാരഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. അതല്ലേ അങ്ങനെ പറഞ്ഞത് തന്നെയല്ലേ? എന്തോ ഗ്ലൈഡിങ്. ഈ ഉച്ചയ്ക്കും ഗ്ലൈഡ് ചെയ്യുന്നു? എനിക്ക് മനസ്സിലായില്ല എന്തിനാണ്. ഉച്ചയ്ക്ക് എനിക്കിവിടെ നിന്നിട്ട് വെയിലിടാൻ പറ്റുള്ള. ഓരോരുത്തർ ആകാശത്ത് പോയി വെയിലുള്ളൂ. സമ്മതിക്കണം. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കണം. സാലഡാണ് ഗൈസ്. ചിക്കൻ സീസർ സാലഡാണ്. പൈനാപ്പിൾ ജ്യൂസും. സോറി, കിടിയൊക്കെ പോയിട്ടുണ്ട്. വാട്ടർമെലൻ ജ്യൂസും സീസർ സാലഡും. ഫുഡ് കഴിക്കുക, റൂമിൽ പോയി കിടന്നുറങ്ങാം. വെരി ടയർഡ്. ഫുഡ് കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. കയാക്കിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നു. പിന്നെ അവിടെ നിന്ന് ഒറ്റ പോക്കായിരുന്നു. 100-110. അങ്ങോട്ട് പറന്നെത്തിയെങ്കിലും കുറച്ച് ലേറ്റായി പോയി ഗൈസ്. നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ ഇറങ്ങേണ്ടി വന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിനെത്തി. ലേറ്റായി പോയി. ആ ബാച്ചിൽ പോയി. അടുത്ത ബാച്ചിൽ കയറാം. അല്ലെങ്കിൽ ട്രെയിനിങ് ഒന്നും എടുക്കാതെ വെറുതെ പോകേണ്ടി വരും. അപ്പോൾ ഒരു ഫണ്ണില്ല. അടുത്ത ബാച്ചിൽ 10-12 പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമുക്കങ്ങ് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് പോവാണ്. കുറച്ച് പേരോട് അങ്ങോട്ട് കൂടെ ഇന്ന് കുറച്ച് പേരോട് ഇപ്പോൾ ട്രെയിനിങ് ഗൈസ്. വെയിറ്റ് ചെയ്യുക. 2 പേരാണ്. കൊച്ചി 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 കൊഞ്ചം Yeah, I guess, yeah. Whether you can speak in Tamil, not a basic. No problem. Sure. The right side. Which is not a Three times. It's not a 3 times. Training കഴിഞ്ഞു ഗൈസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാക്കി 3 കിലോമീറ്റർ ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു പേടി. എന്നാടെ ഏതൊക്കെ 3.5 കിലോമീറ്ററാണ് ഗൈസ് കയക്കാൻ പോകണം. 2.5 ഇതിടക്ക് ചൂരെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. കൊച്ചി ഗൈസ് കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ചില്ലിയ ഇങ്ങനെ വന്ന്. ഓക്കെ, മൊത്തം വവ്വാല മരത്തിൽ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ക്യാമറയും ഇത് കയക്കും കൊണ്ട് കാട്ടിനടുക്കോട്ടൊക്കെ പോണു. അയ്യോ, ഞാൻ ക്ഷീണിച്ചു. എവിടെ പോണു? ക്യാമറമാൻ കാട്ടിലോട്ട് പോയി ഗൈസ്. നൈസാണ് ഗൈസ്. പിന്നെ ക്യാമറ കാട്ടിലോട്ട് പോകണം. പാവം എൻ്റെ ഓരോ ഷോട്ട് എടുക്കാനും കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ്. താങ്ക് യു ബ്രോ. കാടിൻ്റെ ഉള്ളിലും പോയി. എനിക്ക് നാഷണൽ ജോഗ്രഫി ചാനലിൽ പോയി. ഞാൻ കഴിച്ചു, അയ്യോ എന്തത് വണ്ടി ഓടിച്ചു വന്നിട്ട്. 3 കിലോമീറ്റർ തുഴഞ്ഞു മതിയായെങ്കിലും മാൻഗ്രൂവ് ഫോറസ്റ്റിൽ കൂടെയുള്ള ജേർണി എന്നും മെമ്മറബിളാണ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ ബോട്ടിൽ ചാടാൻ പോണേ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തും സൺസെറ്റ് എൻജോയ് ചെയ്തൊക്കെ വളരെ പീസ്ഫുള്ളായിരുന്നു.
എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഓരോ സമയം ഓരോ ആൾക്കാരല്ലേ വരുന്നത്, അപ്പോൾ എൻജോയ് കൂടുതലാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ പറഞ്ഞു തരണല്ലോ തിരിച്ചു കയറുവാണ് കായക്കിലോട്ട്. അവിടെ നിന്ന് പൊങ്ങില്ല. നല്ല വിഷമമുണ്ട് ഫുഡ് കഴിക്കാൻ. കുളിച്ച് നല്ല ഫ്രഷായി. ഇനി മെയിൻ വർക്കലയിൽ പോവാം. അവിടെ ഇവിടെ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അവിടെ ക്ലിഫിൽ വാക്ക് ചെയ്ത് നല്ല റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിക്കണം, ഒന്നുകൂടെ തുടങ്ങണം. അപ്പോൾ നമ്മൾ പോകുന്നത് കഫേ ഇറ്റാലിയനാണ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞാൽ നല്ലതാണെന്ന് ഇവിടെ. അപ്പോൾ കയറി കഴിച്ചു, കടി നിർബന്ധം കഴിച്ചോ. അയ്യോ എൻട്രി അവിടെ ആയിരുന്നു. എൻട്രി അവിടെ ആയിരുന്നു. അങ്ങോട്ട് പോവാം, നടന്നങ്ങ് പോവാ പറഞ്ഞേ. അങ്ങനെ ഫുഡ് വന്നു ഗൈസ്. ഞാൻ സ്റ്റേക്ക് ഓർഡർ ചെയ്തത്, ക്യാമറമാൻ പിസ്സ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ സ്റ്റേക്കാണ്. അപ്പോൾ ചിക്കൻ സ്റ്റേക്ക്, വെജീസ്, മാഷ് പൊട്ടറ്റോ. അപ്പോൾ ഇത് അത്യാവശ്യം പ്രോട്ടീൻ റിച്ചാണ്. ഇന്നത്തെ കയാക്കിങ്ങും എല്ലാ ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ട് നല്ല ടയർഡാണ്. അപ്പോൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഇത് ഫുള്ളും കഴിച്ച് ഈ ക്ലിഫ് മൊത്തം നടന്ന് ദയിപ്പിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തുള്ളൂ. ഞാനവിടെ വന്ന സമയത്ത് വഴി മൊത്തം ഇടവഴിയാണ്. ഫുൾ കൺഫ്യൂഷനായിരുന്നു. ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ വർക്കിൽ വന്നിട്ട്? താഴെ കമൻറ്റ് ചെയ്യും. ഇന്ന് സ്റ്റേക്ക് തീരാറായി. കൊള്ളാം. സമാധാനമായിട്ട് എൻ്റെ സ്റ്റീക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതേ കരണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കരണ്ട് വന്നു. പക്ഷേ ഇതേ കൂടെ മഴയും പെയ്തു. നല്ല മഴ കഴിച്ചു, കരണ്ടും പോയി. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. വന്ന വഴി ഇവിടെ ക്ലിഫ് കാണാൻ വന്നാൽ കഴിച്ചു, കരണ്ടും പോയി, ഒടുക്കത്തെ മഴയും. അയ്യോ, അതിന് റൂമിലെത്തി ഗൈസ്. മഴയൊക്കെ നനഞ്ഞ് കരണ്ട് പോയായിരുന്നു. ഇപ്പോൾ കരണ്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഫുൾ ടയർഡാണ്, ഫുൾ ടയർഡ്. പിന്നെ കുറച്ചൊക്കെ മഴ നനഞ്ഞ് റൂമിലോട്ട് വേഗം വന്നു. സമയം ലേറ്റായി, നല്ല ലേറ്റായി. ഇനി നാളെ രാവിലെ വെളുപ്പിന് എണീറ്റിട്ട് ഫസ്റ്റ് തിങ് സർഫിങ്ങിന് പോകണം നമുക്ക്. അപ്പോൾ സർഫ് ചെയ്യാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. അതേസമയം ഞാൻ ഡെഡ് ടയർഡാണ്. ഇന്ന് ക്ലിഫ് കാണാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതിന് സമയമൊന്നും കിട്ടിയില്ല, ഫുൾ ഓട്ടമായിരുന്നു. അപ്പോൾ നാളെ രാവിലെ ഫസ്റ്റ് ക്ലിഫ് കണ്ടിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ബായ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്.